ജോലിയില്ലാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പലതരത്തില് അനുഭവിക്കുന്നവരെ, കോവിഡ് ബാധിതർ പ്രാർത്ഥിക്കുന്നുണ്ട്. ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിവാഹമൊത്തു വരാത്തവരെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ പ്രാർത്ഥിക്കണമേ. അമ്മയുടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ ജീവിതം വഴിപെട്ടവരെ, രോഗമുള്ളവരെ, ഗർഭിണികൾക്ക് അസുഖങ്ങളുള്ളവരെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് കർത്താവേ, രോഗികളെ രോഗികളെ രോഗാതുരമായിട്ടുള്ളവരെ, ശുദ്ധരോഗികളെ, രോഗികളെ, രോഗികളെ, രോഗികളെ അവരിലേക്കെല്ലാം ആത്മാവിനെ അയക്കണമേ. അവരുടെ ശുശ്രൂഷ അകത്തപ്പെടുത്തുന്ന കർത്താവേ, പാപങ്ങളും കടങ്ങളും കുറ്റങ്ങളും തെറ്റുകളും കർത്താവേ കൃപീകരവുമായ എന്നോട് കരുണ തോന്നണമേ. എന്റെ കർത്താവേ, ഇപ്പോൾ നിന്റെ പൗരോഹിത്യത്തെ ബന്ധപ്പെടുത്തണമേ. എന്റെ കർത്താവേ, പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, മുറിവോട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, മുറിവോട് പ്രാർത്ഥിക്കുന്നു. മാരകരോഗങ്ങള്, പീഡാവേദികള് ഇപ്പോഴേ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. അലയുന്നവരെ, വേദന അനുഭവിക്കുന്നവരെ, സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവരെ, സമാധാനമില്ലാത്തവരെ, തകർച്ച ഉള്ളവരെ, വിഭാഗം വേർപെട്ടു പോയവരെ, മക്കൾക്ക് രോഗികളായവരെ, രോഗികള്, ഓട്ടിസം രോഗികള്, ഈശോയുടെ രോഗികള്, തളിക്കണമേ. അതുപോലെ രോഗങ്ങള്, രോഗനാനാവിധമായ രോഗ ദുരിതങ്ങൾ കഴിയുന്നവരെ അത് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, സ്പർശിക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കുന്നതിന്റെ മേല് ഈശോയെ നന്ദി പറയുന്നു. അനുദിന കൃപാസനത്തെ വിളിച്ച് ദുരിതങ്ങൾ സ്പർശിക്കുന്നവരെ നിങ്ങളെ സ്പർശിക്കുന്ന കൊറോണ വൈറസ് രോഗികളെ സ്പർശിക്കുന്ന വിദ്യാഭ്യാസത്തിൽ തുടങ്ങുന്ന എല്ലാ മക്കളെയും ഇത് ഉടമ്പടി 6 നിയോഗങ്ങളും ഓർത്തു സമർപ്പിക്കട്ടെ. രോഗികളെ സ്പർശിക്കുന്ന പറയുന്ന കർത്താവേ, ഇവർ രോഗികളെ സ്പർശിച്ച് നന്ദി പറയുന്ന കർത്താവേ, ആരാധന, യേശുവേ ആരാധന. ശുശ്രൂഷയിലെ ഓരോ മക്കളുടെയും ഇപ്പോൾ തത്സമയം ടൈപ്പ് ചെയ്ത നിയോഗങ്ങളെ നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Pour out your spirit. Hallelujah. Touch with your forefinger. Hallelujah. Soak with the precious blood. Hallelujah. Command you. Hallelujah. Name of Jesus Christ. Hallelujah. Be free. Hallelujah. Hallelujah. Sign with the sign of God. So that you never again suffering from the same disease. Hallelujah. Praise Jesus. Hallelujah. Hallelujah. Glory to Jesus. Hallelujah. 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. നിങ്ങളെ ആശീർവദിക്കുകയാണ്. ലോകത്തിൽ നാനാഭാഗങ്ങളിൽ നിന്ന് ഓരോ ദൈവമക്കളുടെ നിയോഗങ്ങളുടെ മേലെ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേലെ, നൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവരുടെ മക്കളുടെ മേലെ, വിവാഹത്തിലേക്ക്
രോഗങ്ങളും കൊറോണ വൈറസ് രോഗികളെ അങ്ങ് സ്പർശിക്കണമെന്ന് പറയുന്ന കർത്താവേ, തകർക്കപ്പെട്ട കുടുംബങ്ങളെയും കർത്താവേ സ്പർശിക്കണമെന്ന് പറയുന്ന അമ്മ എങ്ങനെയാണ് ദൈവമാതാവായെന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്നൊരു മറുപടിയായിട്ടാണ് എനിക്കത് തോന്നിയത്. അമ്മ പറഞ്ഞത് എൻ്റെ യോഗ്യതയല്ല, ഞാൻ അപ്പായുടെ ഒരു ഭക്തയാണ്, ഒരു വല്ലാത്ത ഭക്ത. എന്നുവെച്ചാൽ 4 വയസ്സിൽ പെറ്റ് സാമുവലിനെ പോലെ ദേവാലയത്തെ കൊണ്ടുവന്ന് നിർത്തി 12 വയസ്സ് വരെ അപ്പായുടെ കൂടെ ജീവിച്ചപ്പോൾ കിട്ടിയ പത്തിയാണത്. അത് അമ്മ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ പത്തി കളഞ്ഞില്ല. ഇന്ന് ലോകത്തിന് മുഴുവൻ സംഭവിച്ചിരിക്കുന്ന എൻ്റെ പ്രശ്നം 12 വയസ്സ് വരെ എല്ലാവർക്കും പത്തിയുണ്ട്, വിശ്വാസമുണ്ട്. പല ക്രിമിനൽസും പണ്ട് ഓൾട്ടർ ബോയ്സ് ആയിരുന്നു, അറിയാമോ നിങ്ങൾക്ക്? ഞാനിവിടെ ഇടവക ചെല്ലുമ്പോൾ വെള്ളമടിച്ച് 4 കാലിലൊക്കെ വരുന്നവന്മാരെ കാണുമ്പോൾ നാട്ടുകാർ പറഞ്ഞതാണ്, ഇവൻ പണ്ട് ഓൾട്ടർ ബോയ് ആയെന്ന് പറയും. സി വാട്ട് ഹാപ്പൻഡ്, എവിടെയാണ് സംഭവിച്ചത്? 12 വയസ്സായപ്പോൾ അവൻ്റെ ഭക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ഭക്തി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കന്മാരെയോ സഭയെ കുറ്റം പറയേണ്ട കാര്യമില്ല, ആ വ്യക്തി തന്നെയാണ് കളഞ്ഞത്. കാര്യം ഓരോ 12 വയസ്സെന്ന് പറയുന്നത് ഒരു ആത്മീയ പൗരത്വത്തിൻ്റെ ഒരു കാലമാണെങ്കിൽ ഒരു പിശാച് ഒരു മനുഷ്യനെ ഒരിക്കലും തൊടത്തില്ല അൺലെസ് വി ഗിവ് എ ചാൻസ്. അതുകൊണ്ടാണ് എഫേസ്യരുടെ പുസ്തകത്തിൽ പറയുന്നത്, സത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ആരെങ്കിലും പത്തിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ആരെങ്കിലും പത്തിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. എനിക്ക് 9ാം ക്ലാസ് വെച്ച് കുറച്ച് അബ്രീവേഷൻ സംഭവിച്ച ആളാണ്. ചിത്തക്കൂട്ടുകെട്ട് കാരണം എൻ്റെ വിശുദ്ധിയ പ്രാർത്ഥന പോയ ആളുണ്ട്, ഒരു കാലമുണ്ട്. പക്ഷേ 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ തന്നെ തിരിച്ചു വന്നത്. 1 കൊല്ലം മാത്രമേ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയുള്ളൂ, കർത്താവുമായിട്ട് അകന്ന് പോകേണ്ട ഒരു കാലം വന്നുള്ളൂ. പക്ഷേ 10ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ആരാണ്? ഞാൻ തന്നെ പോയി, ഞാൻ തന്നെ തിരിച്ചു വന്നതാണ്. ഇന്നുവരെ പിന്നെ പോയിട്ടില്ല കർത്താവിൻ്റെ ഇടയ്ക്കെന്ന്. ആരെങ്കിലും 12 വയസ്സുകാർ ഏതെങ്കിലും കാരണവശാൽ കർത്താവിൽ നിന്ന് ഭക്തിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടൊരു കഥയുമില്ല. ഏത് കുട്ടിയാണ് പോയത് അത് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് ഈ ധ്യാനം കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം. പരിശുദ്ധാമ്മ 12 വയസ്സ് കഴിഞ്ഞിട്ടും അപ്പായോടുള്ള ഭക്തി നിലനിർത്തി. അങ്ങനെ നിലനിർത്തിയത് കൊണ്ട് അമ്മയോട് പരിശുദ്ധാത്മ പറഞ്ഞു, മേരി നീ എങ്ങനെ കർത്താവിൻ്റെ അമ്മയായെന്നറിയാമോ? അതിലൊരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒരു കാരണം അവിടുത്തെ കാരുണ്യമാണ്. അതാണ് ലൂക്കാ 1:50 എഴുതിയിരിക്കുന്നത്. അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുത്തെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കുമെന്ന്. നമ്മുടെ തലമുറയിൽ മാത്രമല്ല, അടുത്ത തലമുറയിലും അതിൻ്റെ പിന്നത്തെ തലമുറയിലും കാണിച്ചുകൊണ്ടേയിരിക്കുമെന്ന് കാരുണ്യം. അനാദ്യമായ കാലം മുതൽ ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാരുണ്യമുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ തെറ്റ് ചെയ്യുമെന്ന് കണക്കാക്കിയിട്ട് അതിനെ പരിഹാരം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച നിരന്തരദ്രവ്യമായ ദൈവകാരുണ്യം അതാർക്കാണ് വിളമ്പിക്കൊടുക്കുന്നത്? അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ. ആർക്കൊക്കെയാണ്? തലമുറകൾ തോറും. ഫുൾ ഓഫ് സാപ്പ് എവർ ഗ്രീൻ എന്ന് പറഞ്ഞ വചനമുണ്ട്. ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ്. ദേ ആർ ഫുൾ ഓഫ് സാപ്പ് എവർ ഗ്രീൻ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിനോട് ഭക്തി കാണിക്കുന്നവൻ, അവൻ എത്ര വാർദ്ധക്യം ചെന്നാലും അവൻ ഹരിതാഭമായിരിക്കും. സങ്കീർത്തനം 92:14 ദർ ആർ ഫുൾ ഓഫ് സാപ്പ് എവർ ഗ്രീൻ. അതായത് അവൻ എത്ര പ്രായം ചെന്നാലും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുർബാന ചൊല്ലിയപ്പോൾ എൻ്റെ മനസ്സിൽ വാക്ക് വന്നു. സഭയിൽ 2 ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ട്. യുവാക്കന്മാർ നാളെയാണെന്ന് പറയും, നാളത്തെ വാഗ്ദാനമാണ് യുവാക്കന്മാരെന്ന് പറയും. അപ്പോൾ ഒരു വിഭാഗം പറയും യുവാക്കന്മാർ നാളത്തെ വാഗ്ദാനമല്ല, ഇന്നത്തെ സഭയാണെന്ന് പറയും. ഇത് ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞത് യുവാക്കന്മാർ ആരാണെന്ന് ചോദിച്ചു. എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് പ്രക്രിയേഷന് വേണ്ടി, ഉൽപ്പാദനത്തിന് വേണ്ടി അവൻ്റെ അവയവങ്ങൾ സജ്ജമായാൽ ഉടനെ അവൻ യുവാവാകുമോ? നോൺസെൻസ്. അവൻ്റെ അവയവങ്ങൾ പ്രത്യുൽപാദനത്തിന് വേണ്ടി റെഡിയായി കഴിയുമ്പോഴാണോ അവൻ യൗവനക്കാരനാകണത്, യുവതിയാകണത്? ബൈബിളിൽ അല്ല.
എന്നാണ് നിനക്ക് കർത്താവിനെ കൊടുക്കാൻ കഴിയണത്? എന്നാണ് നിനക്ക് കർത്താവിനെ പ്രത്യുത്പാദിപ്പിക്കാൻ കഴിയണത്? എന്നാണ് നിനക്ക് കൃപ പ്രത്യുത്പാദിപ്പിക്കാൻ കഴിയണത്? ദാറ്റ് ഈസ്, ആ സമയത്താണ് നീ യുവാവോ യുവതിയോ ആകണത്. ദ ഫെൽനെസ് ഓഫ് എവർഗ്രീൻ എന്ന് പറയുമ്പോൾ അവൻ കർത്താവിൻ്റെ ദാസൻ ആജ്ഞരിക്ക് നട്ടിരിക്കുന്ന മരങ്ങൾ പോലെയാണ് അവർ, നിത്യഹരിതമാണെന്ന് പറയുമ്പോൾ 84 വയസ്സിൽ യൂത്തായിരിക്കാൻ കഴിയുമെന്ന് എൻ്റെ അർത്ഥം. ദൈവജന നീ ഭക്തയാണെങ്കിൽ, നീ ഭക്തനാണെങ്കിൽ നിനക്ക് 90 വയസ്സായാലും നിനക്ക് വാർദ്ധക്യം ബാധിക്കത്തില്ല. നീ യൂത്തായിരിക്കും. കർത്താവിനെ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? കൃപ ആർജിക്കാൻ കഴിയുന്നുണ്ടോ? കൃപ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തെങ്കിലേക്ക് മനുഷ്യരെ വളർത്താനും മാതൃകയാക്കാനും നിനക്ക് കഴിയുന്നുണ്ടോ? യു ആർ യൂത്ത് ഇൻ യുവർ 90s. നിൻ്റെ 90കളിലും നീ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ യൗവനക്കാരനാണ്, യൗവനക്കാരിയാണ്. ദൈവത്തിലെ ആത്മീയ മേഖലയിലെ അതൊരു ജഡികമായ വിഷയമല്ല. ആത്മീയ മേഖലയിലെ അത് ആത്മീയമായ വിഷയം തന്നെയാണ്. എത്ര പ്രായമായാലും മദർ തെരേസയും ജോൺ പോളുമൊക്കെ അവരുടെ 90കളിലൊക്കെയാണ്, അല്ലെങ്കിൽ അവർ 87കളിലൊക്കെയാണ് അവർ യൂത്തിനെ പോലെ കർത്താവിനെ കൊടുത്തുകൊണ്ടിരുന്നത്. അവർ പ്രായം ചെയ്യുന്ന ആൾക്കാരാണ്, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ അവിടെ വായിന്ന് വരുന്ന വചനങ്ങളിലെല്ലാം എത്രയോ മനുഷ്യരാണ് ആത്മാവിൽ വീണ്ടും ജനിച്ചത്. ദേ ആർ യൂത്ത് ഇൻ ദെയർ ഓൾഡ് ഏജ്. അതെന്താണ്? ഭക്തിയാണ്. അവിടുത്തോട് ചേർന്ന് നിൽക്കുക, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. എന്തൊരു വചനം! ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിലെ ശാന്തത കൈവടിയരുത്. പ്രഭാഷകൻ 2:5. എന്തെന്നാൽ സ്വർണം അഗ്നിയെ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. കർത്താവിന് അതാ പ്രഭാഷകൻ 5-6 വചനം, 5 വചനം 2:5. അപ്പം സഹനത്തിൻ്റെ തീച്ചൂളയിൽ മനുഷ്യരെ ശോധന ചെയ്യപ്പെടുന്നു. ആരാണ്? കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ. ഇതാണ് ഒരു സത്യം. നമുക്ക് സഹനം വരുമ്പോൾ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, പൂർവികരുടെ ദോഷം കൊണ്ടാണെന്നല്ല, അത് നുണയാണ്. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുമെന്ന് 16-13 പറഞ്ഞെങ്കിൽ സഹനത്തിൽ തീച്ചുളയിൽ ഞെരുക്കപ്പെടുന്നത്, മെരുക്കപ്പെടുന്നത്, ശുദ്ധി ചെയ്യപ്പെടുന്നത് ആരാണ്? സഹനത്തിൻ്റെ തീച്ചുളയിൽ കർത്താവിന്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. പ്രഭാഷകൻ 2:5. അതുപോലെ തന്നെ സഹനത്തിൻ്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. നിനക്ക് സഹനമുണ്ടോ? അത് കർത്താവിൻ്റെ നാമത്തിലാണോ നീ എടുക്കണത്? നീ ആരാണ്? കർത്താവിന് സ്വീകാര്യനായ മനുഷ്യൻ. അതാണതിൻ്റെ സത്യം. അതാണ് സത്യാത്മാവ് ഇപ്പോൾ നിനക്ക് വെളിപ്പെടുത്തുന്നത്. അതാണ് നിനക്ക് സാന്ത്വനം നൽകണത്. അതാണ് നിനക്ക് സ്വാതന്ത്ര്യം നൽകണത്. നീ സത്യം പറയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമ്പോൾ, സഹനത്തിൻ്റെ അർത്ഥമറിയുമ്പോൾ നമുക്ക് ഭയത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. എൻ്റെ പേര് മേഗ്ലിൻ. ഞാൻ വരുന്നത് വിഴിഞ്ഞത്തു നിന്നാണ്. ഞാൻ സുരണിയ എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയുടെ ഉടമ്പടി തൈലം ഇട്ട് മകൾക്ക് പൂശി കൊടുത്ത് മകളുടെ രോഗാസുഖങ്ങളെല്ലാം മാറി. ഞാൻ ഉടമ്പടി എടുത്തത് 13/9/2004 2024 ഞാൻ ഉടമ്പടി എടുത്തത്. ഈ മകൾക്ക് ഈ പ്രസവത്തോടുകൂടി മകൾക്ക് തുടക്കത്തിലെ ബ്ലീഡിംഗ് ആയിരുന്നു. മകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മകളുടെ അടുത്ത് പറഞ്ഞു, മകളെ നീ പേടിക്കേണ്ട, നീ ആൻറ്റിയുടെ വീട്ടിൽ വാ, ആൻറ്റി അമ്മയുടെ ഉടമ്പടി തൈലം നിനക്ക് പൂശി ആൻറ്റി അമ്മയുടെ അടുത്ത് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഈ മകളോട് പറഞ്ഞു. ഈ മകൾ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ മകൾക്ക് ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥന ചൊല്ലി മകളുടെ നെറ്റിയിലും മകളുടെ വയറിലും ഞാൻ പൂശിയതിന് ശേഷം ഈ മകൾ തക്കാട് ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്നും SIT പോകണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു.
ഈ മകൾ SITയിൽ പോകാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു, മകളെ നീ ധൈര്യമായി പോകൂ, അമ്മ നിന്നെ സന്ദർശിക്കാൻ വരും, അമ്മ ഈ കുഞ്ഞിനെ നിനക്ക് നൽകും എന്ന് ഞാൻ ഈ മകളോട് ഞാൻ പറഞ്ഞു. ഈ മകൾക്ക് അതുപോലെ അമ്മ ഈ മകൾ കിടന്ന ആശുപത്രിയിൽ പോയി ഈ മകളെ സന്ദർശിച്ചു. ഈ മകൾ അമ്മയെ കാണുകയും ചെയ്തു. ഈ അത്ഭുതമായിട്ട് ഈ കുഞ്ഞിന് അമ്മ ഈ മകൾക്ക് നൽകി. ഈ മകളുടെ കുഞ്ഞിന് കാർട്ടിന് കുഴപ്പമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിന് ശേഷം പറഞ്ഞു, ഈ എത്രയും പെട്ടെന്നും ഈ കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് എടുക്കണം എന്നും കൂടി പറഞ്ഞു. 7 മാസമായി പൂർത്തിയായില്ല ഈ മകളുടെ കുഞ്ഞിനെ അവർ സിസേറിയൻ എടുത്തതിന് ശേഷം കുഞ്ഞിന് 1 കിലോ തികച്ചില്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു, കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു, കുഞ്ഞിനെ തരാൻ നിങ്ങൾ ഒരു ബക്കറ്റ് വാങ്ങണം. ആ ബക്കറ്റ് അവർ വാങ്ങിച്ചു കൊടുത്തു. അവരുടെ പേരെല്ലാം എഴുതി അവിടെ അവർ ഒട്ടിച്ച് വച്ചിരുന്നു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് പറയുന്നു, കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, കുഞ്ഞിനെ ICUയിൽ ഞങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. വീണ്ടും അവർ കുഞ്ഞിന് അപ്പോഴായിട്ട് സ്കാനിങ് എടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം അവർ പറയുന്നു, കുഞ്ഞിൻ്റെ തലയ്ക്ക് സ്കാനിങ് എടുക്കണം. തലയ്ക്ക് സ്കാനിങ് എടുത്തപ്പോൾ 2 മുഴ ഉണ്ടായിരുന്നു. ഞാൻ മകൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ആൻറ്റി കുഞ്ഞിന് 2 മുഴയാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, മകളെ നീ പേടിക്കേണ്ട, അമ്മ നിനക്ക് നൽകിയ കുഞ്ഞ് നിനക്ക് തന്നെ അമ്മ തരും. ഞാൻ ആൻറ്റി പ്രാർത്ഥിക്കുന്നുണ്ട്, ആ മുഴ എടുത്ത് അമ്മ മാറ്റിത്തരും മകളെ, നീ പ്രാർത്ഥിക്കൂ, നീയും കൂടെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് മകളും കൂടെ പ്രാർത്ഥിച്ചു. അമ്മ നല്ലൊരു കുഞ്ഞിനെ ഈ മകൾക്ക് നൽകി. ആൺകുഞ്ഞാണ് മകൾക്ക് നൽകിയ കുഞ്ഞ്. അമ്മയ്ക്ക് കോടാനകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ആവേ മരിയ. ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്ത് പത്രം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. എല്ലാ രോഗികളെയും ചെന്ന് ശുശ്രൂഷിക്കും. അവർക്ക് ഞാൻ ഉടമ്പടി തൈലം നൽകി പ്രാർത്ഥിക്കും. മക്കളില്ലാതെ 3 വർഷമായ കുഞ്ഞിന് ഒരു കുഞ്ഞ് കിട്ടി. ഇപ്പോൾ 4 മാസമായി വിശേഷമായിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ മകനും 2 മൂത്ത കുഞ്ഞുണ്ട്, ആൺകുട്ടികളാണ്. 3ാമത് ഒരു പെൺകുഞ്ഞ് വേണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ അത് പ്രകാരം എനിക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി. അമ്മയ്ക്ക് ഞാൻ 1000 കോടി നന്ദി പറയുന്നു. ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ അവർ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സുഷ. ഞാൻ തൃശ്ശൂർ പാലക്കാട് ബോർഡർ വാണിയം പറയുന്ന സ്ഥലത്തെന്ന് പറയുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ്, ബോസ്, മോള് അക്സ. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ, എൻ്റെ അമ്മ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിനാൽ എൻ്റെ ജീവൻ ഞാൻ യേശുവിൽ തിരിച്ചു പിടിച്ച ഒരു സാക്ഷ്യം ഈ ആൾത്താരയിൽ കയറിയെന്ന് ഞാൻ പറയുകയാണ്. ഒത്തിരി വിശ്വാസത്തിലുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ സീരിയലിൻ്റെയും TV ഷോയുടെയൊക്കെ അടിമത്തത്തിലായി വിശ്വാസത്തിന് താഴെ പോയി. കുറച്ച് കഴിഞ്ഞപ്പം കുടുംബ പ്രാർത്ഥനയെല്ലാം കുടുംബത്തിൽ അസ്വസ്ഥതയൊക്കെ ഉണർന്നെടുത്തു. അങ്ങനെ ആയപ്പം എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലെന്ന്. ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ചേച്ചി പറഞ്ഞ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിയാനും ഈ ഒരു ഉടമ്പടി ധ്യാനം എടുക്കുക, അപ്പം അവിടെ പോയി ഉടമ്പടി എടുത്താൽ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും ഒരു വിശ്വാസം തോന്നില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറേ ഈ കൃപാസനത്തെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തോന്നിയപ്പം അപ്പോൾ എനിക്ക് ഇത് ശരിയാവുമെന്നൊരു സംശയം തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടെ ആഴമായിട്ട് ഇതിനെക്കുറിച്ച് ഇതാക്കി. ഈ നെഗറ്റീവ് പറയുന്നത് തന്നെ എന്താണെന്ന് നോക്കിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് നോക്കിയപ്പോൾ പിന്നെ ഞാൻ തന്നെ എനിക്ക് പരിശുദ്ധ അമ്മ ഇടപെട്ട് അത് പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ മാതാവ് തന്നെ അത് ഇടയാക്കി, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊറോണ പിന്നെ കുറഞ്ഞു വരുന്ന സമയത്ത് ഇവിടെ വന്ന് വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമേ പിന്നെ ഇവിടെ വന്ന് സാക്ഷ്യം ഉടമ്പടി എടുക്കാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ആ സമയത്ത് വാക്സിനേഷൻ എടുക്കാൻ പറ്റിയിട്ടിരുന്നില്ല. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവരാനും ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പറഞ്ഞാൽ ആരും സമ്മതിക്കത്തുമില്ല. അപ്പോൾ എനിക്ക് ഓൺലൈനിൽ ഉടമ്പടിയെക്കുറിച്ച് ആ സമയത്ത് അറിവ് കിട്ടുമ്പോൾ ഞാൻ ഓൺലൈനിൽ ആരും അറിയാതെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു.
അപ്പം അച്ഛൻ ധ്യാനത്തിൽ പറയുന്നുണ്ട് പച്ചത്തിരിയും നീലത്തിരിയുടെയൊക്കെ കാര്യം പറയുമ്പം എനിക്കതിനെ സാധ്യതയില്ലാത്തൊരു സമയത്ത് ഞാൻ ചെറിയ തിരി മേടിച്ച് കുഞ്ഞുങ്ങളുടെ പെയിൻറ്റ് എടുത്തിട്ട് ഞാൻ അതിൽ നീല കളറും പച്ച കളറും ഒക്കെ അടിച്ചേച്ച് വിശ്വാസത്തോടെ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ആ ദിവസം തന്നെ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥന കുറവാണ്ടിരുന്ന കുടുംബ പ്രാർത്ഥന ക്രമപ്പെട്ടു, ബൈബിൾ വായന തുടങ്ങി, എല്ലാം പരിശുദ്ധ അമ്മ ഇടപെട്ട് ഈശോയിലൂടെ അതിന് വലിയൊരു വ്യത്യാസം വരുത്തി. അതുപോലെ കുഞ്ഞുങ്ങളാണേലും വിശ്വാസത്തിൽ ആഴപ്പെടാനിടയായി. ഉടമ്പടി എടുത്ത് 10 ദിവസത്തിനുള്ളിൽ മതം ഇടവിട്ട് 18 വർഷത്തിലേറെയായിട്ട് നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്തിട്ട് ഞങ്ങളുടെ കുറേ സ്ഥലം പോവുകയും ചെയ്തു. അതിലൊക്കെ എടുത്തു പോയിട്ട് എങ്ങനെ നോക്കിയാലും അത് പണിയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഈ 10 ദിവസത്തിനുള്ളിൽ പിന്നെ എങ്ങനെ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, സാമ്പത്തികമായിട്ടും ക്രമപ്പെട്ടു. അതുപോലെ പണിക്കാരെ കിട്ടുമ്പോൾ 10 ദിവസത്തിനുള്ളിൽ മതിലും പണിതു. ആ സമയത്ത് തന്നെ കൊറോണ കാരണം അച്ഛൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ലായിരുന്നു, വിസ ക്യാൻസലായി. അപ്പം പിന്നെ പോകാൻ നോക്കിയിട്ട് വിസ പുതുക്കി കിട്ടുന്നുമില്ലായിരുന്നു. ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ മതിൽ പണിയും പുള്ളിയുടെ വിസ പുതുക്കിയിട്ട് തിരിച്ചു പോകാനും പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ട് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കാത്ത കാര്യം അമ്മ ഇടപെട്ട് ഈശോയിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്നത്. അതുപോലെ വിശ്വാസത്തിലാന്നേലും പുറകോട്ട് പോയിരുന്ന അമ്മ എന്നെ ഒത്തിരി ഉയർത്തി. SK 37:12 അച്ഛൻ്റെ ഒരു പ്രസംഗത്തിലൂടെ അന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കൊടുപ്പം അച്ഛനോട് എന്നോട് സംസാരിക്കണേ ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചപ്പം അച്ഛൻ പറഞ്ഞ്, ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. ഒരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് ആ ഒരു സമയത്ത് പ്രാർത്ഥനയില്ല. അപ്പം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഈശോയോട് ചേർന്ന് നമുക്ക് സഹനങ്ങളുണ്ടെങ്കിലും പക്ഷേ അത് സന്തോഷത്തോടെ ദൈവകരങ്ങൾ പിടിച്ച് നടക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിട്ട് എൻ്റെ ജീവിതം വിശ്വാസത്തിൽ ആഴപ്പെട്ടു, വചനത്തിൽ ആഴപ്പെടുന്നു. കുഞ്ഞുങ്ങളാണേലും വിശ്വാസത്തിൽ ആഴപ്പെട്ടു. ഇപ്പോൾ അവർ ശുശ്രൂഷ ചെയ്യാനൊക്കെ തുടങ്ങുക. ഈ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തതിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്. 1 വർഷം അതുപോലെ കൊറോണ സമയത്തായിട്ട് 5 വർഷമായിട്ട് വിശ്വാസത്തിന് കുറച്ച് അകന്ന് നിൽക്കുമായിരുന്നു അച്ഛൻ. അപ്പം പള്ളിയിലും വരുന്നില്ലായിരുന്നു, ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പം എനിക്ക് ഇവിടെ വരാനും അപ്പം എങ്ങനെ വരുമെന്ന് പറഞ്ഞത്, പക്ഷേ അതും തന്നെ പരിശുദ്ധാത്മ അമ്മ ഇടപെട്ട് അത്ഭുതകരമായിട്ട് എനിക്കിവിടെ വരാൻ ഇടയാക്കി. ആ ഒരു സമയത്ത് തന്നെ മോൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അവളും എന്നിട്ട് ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മയുടെ ഒരു ജപമാല ദിവസമാണ് അവൾ ഉണ്ടായത്. എനിക്ക് ആദ്യം അമ്മയുടെ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഗർഭിണിയായിരുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ അമ്മ ആ ഒരു വിശ്വാസത്തിൽ എന്നെ ആഴപ്പെടുത്തുകയും അവളുടെ ആ പിന്നെ ജപമാല ദിവസം തന്നെ ഇവിടെ വന്ന് അവൾക്ക് ഉടമ്പടി എടുക്കാനൊക്കെ അമ്മ അനുഗ്രഹം തന്നു. അതുപോലെ ഹസ്ബൻഡ് ആണെങ്കിലും വിശ്വാസത്തിൽ പിന്നെ പുറകോട്ട് പോയിരുന്നത് 2ാമത്തെ ഉടമ്പടി ആയപ്പോഴത്തേക്കിന് അച്ഛന് വിശ്വാസത്തിൽ ആഴപ്പെടും. നേരത്തെ 24 മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ കണ്ടുവരുന്ന ആൾ ഇപ്പോൾ ഏത് സമയത്തും പിന്നെ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ പിന്നെ ഉടമ്പടി ധ്യാനങ്ങളുമാണ് എപ്പോഴും കാണുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്നത്. നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് തന്നത്. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെയാണ് ഭക്ഷണത്തിലൂടെയൊക്കെ ഞാൻ അച്ഛൻ അറിയാതെ ഭക്ഷണത്തിൽ നേർച്ച ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ പുള്ളി കിടക്കുന്ന കിടക്കയുടെ അടിയിൽ ഉപ്പിട്ട് ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തലയണക്കൽ വെന്തിങ്ങ പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണെന്നുള്ള വിശ്വാസത്തിലെ പുള്ളി അറിയാതെ, കാരണം ഞാൻ ഉടമ്പടി എടുത്തതുപോലും ആരും അറിയാതെ എനിക്ക് പേടിച്ചായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹത്തോടെ കുടുംബമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാൻ ഞങ്ങളെ ഇടയാക്കിയത്. ഇപ്പം 4ാമത്തെ പുതുക്കൽ വന്ന് ഉടമ്പടി എടുക്കാനും പുതുക്കാനും അമ്മ അനുഗ്രഹിച്ചതിനെ ഓർത്ത് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിലാണെങ്കിലും മോളെ
കൊറോണ സമയത്തായിരുന്നപ്പം ഇതുങ്ങൾ എങ്ങനെ ജയിക്കണം, അപ്പം ക്ലാസ് നേരെ എടുക്കുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നാണം കെടാൻ ഇടയാക്കല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിജയം നൽകണം, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ മോക്ക് ക്ലാസ്സിൽ അവളുടെ ഇതിൽ ഡിസ്റ്റിങ്ഷനോട് പാസ്സാകും. കോളേജിൽ തന്നെ ടോപ്പറിൽ 3 അവൾക്ക് പാസ്സാകാനും പറ്റി. മോന് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകാനും പറ്റി. മോളുടെ സാക്ഷ്യം കാരുണ്യ പ്രവൃത്തി ഞാൻ പിന്നെ പൊതിച്ചോറ് കൊടുക്കലുണ്ട്. അതുപോലെ ഈ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. വിശ്വാസത്തിൽ ഇത് ധ്യാനത്തെക്കുറിച്ച് ഒത്തിരി പേരെ പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക, ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പിന്നെ ഓർഫനേജ്, ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലത്ത് ഓർഫനേജ് ഉള്ളിടത്ത് ആ ആരുമില്ലാത്ത ഈ പിന്നെ ഓട്ടിസം ബാധിച്ച പോലുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ഇതാണ്, അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ സാമ്പത്തികമായിട്ട് സഹായം കൊടുക്കുന്നുണ്ട്. പൊതിച്ചോറ് കൊടുക്കലുണ്ട്. രോഗികൾക്ക് സാമ്പത്തിക സഹായം ഇതാക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസത്തിൽ ആഴ്പ്പെടുവാൻ ഒത്തിരി പരിശുദ്ധ അമ്മ വഴി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ എനിക്ക് ദൈവമിടയാക്കി. ദേവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അമ്മ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളാരും അറിയാതെയായിരുന്നു അമ്മ ഉടമ്പടി ഓൺലൈനായിട്ട് എടുത്തിരുന്നത്. അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയും അതേപോലെ തന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനൊക്കെ ആയിട്ട് ഒത്തിരി മാതാവ് ഈശോയോട് പറഞ്ഞ് ഞങ്ങളെ അതിനെല്ലാം ക്രമപ്പെടുത്തി. അതേപോലെ തന്നെ എനിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെന്തിനാ ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ ആദ്യമൊക്കെ അമ്മയുടെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് വന്നപ്പം ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര സഫോക്കേഷനായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനന്ന് പോയിരുന്നത്. പക്ഷെ അമ്മ 2ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാനൊക്കെ ആയിട്ട് വന്നപ്പം ഞാനിങ്ങനെ പല കാരണങ്ങൾ നോക്കി ഇങ്ങോട്ട് വരാതിരിക്കാൻ. പക്ഷേ ഞാനന്ന് ഞങ്ങൾ വരുന്ന വഴിയിൽ വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കാണുവാണ്, എൻ്റെ സന്നിധിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചൊക്കെ ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം എനിക്ക് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് 8ാം ക്ലാസ് തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ആ വിഷയം പേടിയുമായിരുന്നു. അപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന മാത്സ് എല്ലാവരും പറഞ്ഞു എനിക്കത് കിട്ടത്തില്ല, അല്ലെങ്കിൽ എനിക്കതിൽ അത്ര ബുദ്ധിയില്ല എന്നൊക്കെ. പക്ഷേ അമ്മ ഉടമ്പടി എടുത്ത വഴി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചത് വഴി ഈശോ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറത്തായിട്ട് എനിക്ക് ഡിസ്റ്റിങ്ഷനോടെയാണ് ഞാൻ ഡിഗ്രി പാസ്സായത്. അതേപോലെ തന്നെ ഞങ്ങളുടെ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടോപ്പേഴ്സിലും 3 പേരിൽ ഒരാളാവാനായിട്ടും അമ്മ മാതാവ് സഹായിച്ചു. അതിനുശേഷമാണ് പിന്നെ ഞാൻ CMA എന്ന് പറയുന്ന കോഴ്സ്, കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ആ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ CA പോലെ തന്നെ ഏറ്റവും ടഫസ്റ്റായിട്ടുള്ള പരീക്ഷകളിലൊന്നാണ് അതും. അതെടുത്ത് ഞാൻ ഇൻ്ററിന് ജോയിൻ ചെയ്തപ്പം എനിക്ക് ആദ്യത്തെ ഇൻ്ററിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പഠിക്കാനായിട്ടൊന്നും തീരെ പറ്റുന്നില്ലായിരുന്നു. ജനുവരി 5-ന് എൻ്റെ എക്സാം. എനിക്ക് ഡിസംബർ ആയിട്ടും എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളെല്ലാവരും 2ാമത്തെ വട്ടം റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്കിതിവിടെ തുടങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നീ ഉടമ്പടി എടുക്കേണ്ട, അറ്റ്ലീസ്റ്റ് നീ ഓൺലൈനിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എങ്കിലും എടുക്കാൻ. അങ്ങനെ അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ ഡിസംബറിൽ ഞാൻ ഓൺലൈനിൽ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് ആ ദിവസം തന്നെ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു വിഷയം, എനിക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഒരു ക്രാഷ് കോഴ്സ് 3 ദിവസത്തെ ഇതിന് ചേരാനായിട്ട് എൻ്റെ ഒരു സാറ്, അന്ന് ഒരു കാര്യവുമില്ല സാറിന് എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് ഒന്നും. പക്ഷേ സാറെന്ന് പറഞ്ഞു, നിനക്ക് ഫ്രീ ആയിട്ട് നീ ആ ക്ലാസ് കൂടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 1 മാസം 2-3 മാസമെങ്കിലും നല്ലപോലെ ഇരുന്ന് പഠിച്ചാലാണ് ഈ പരീക്ഷയൊക്കെ പാസ്സാവാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ആ കുറഞ്ഞ സമയം കൊണ്ട് അച്ഛൻ പറയുന്ന പോലെ തന്നെ അമ്മ മാതാവ് ടൈം ഷോർട്ടനിങ്ങിൻ്റെ മാതാവാണ്. അതുപോലെ എൻ്റെ മെറിറ്റിലല്ല അതൊന്നും വർക്ക് ചെയ്തത്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ അമ്മ പറയുന്നത് ഞാനത് ലൈറ്റ് ക്യാൻഡിൽ എടുത്തതിന് ശേഷം ഇൻ്ററിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. ഞാൻ ചുമ്മാ കള്ളത്തരം പറയാമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. കാരണം ഇത്രയും സമയമില്ലാതെ ഞാൻ എങ്ങനെ പാസ്സായെന്നൊക്കെ. അപ്പോൾ ചോദിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ എടുത്തത് വഴി അമ്മ മാതാവാണ് എന്നെ ഈശോയോട് പറഞ്ഞ് എനിക്ക് പാസ്സാക്കി തന്നെന്നൊക്കെ ഞാൻ പറഞ്ഞു.
അങ്ങനെ പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. അതിൽ അക്രൈസ്തവരായിട്ടുള്ള കുട്ടികളെ കൊണ്ട് അവർക്കിതിൽ വിശ്വാസമാവുകയും അവർ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കുകയും അതിൽ എൻ്റെ ഫ്രണ്ട്സ് എക്സാം പാസ്സാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആദ്യമൊക്കെ ഇവിടെ വന്ന് പിന്നീട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ദിവസം ഒക്ടോബർ 7-ാം തീയതി തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണേ. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിലും പത്രം കൊടുക്കാനൊക്കെ ആദ്യം ഭയങ്കര മടിയായിരുന്നു. പള്ളിയിലൊക്കെ ആദ്യം കൊടുക്കുമായിരുന്നു. പിന്നീട് അച്ഛൻ്റെ ധ്യാനത്തിലൂടെയൊക്കെ അച്ഛൻ പറയാറുണ്ടായിരുന്നു നമ്മൾ അക്രൈസ്തവരായിട്ടുള്ളവർക്ക് എല്ലാം അങ്ങനെ കൊടുക്കണം, നമ്മൾ അവിടെ നമുക്ക് എളുപ്പപ്പണിയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ബസ് സ്റ്റോപ്പിലൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ ആണെങ്കിലും അവിടെ കൂടെ എല്ലാം നടന്ന് ഓട്ടോ ഡ്രൈവേഴ്സിനാണെങ്കിലും എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. മുസ്ലിംസിനൊക്കെ ഇങ്ങനെ പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചീത്ത വിളിക്കുമെന്നൊക്കെ. പക്ഷെ എൻ്റെ അമ്മ മാതാവ് സഹായിച്ച് ഞാൻ മുസ്ലിംസിന് വരെയും ഹിന്ദുക്കൾക്കൊക്കെ ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആദ്യം എനിക്കത് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷേ അതിൽ എൻ്റെ പരീക്ഷ പാസ്സാവാനും അതേപോലെ തന്നെ ഇൻ്ററിൻ്റെ 2 ഗ്രൂപ്പ് പരീക്ഷയും മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. ഇപ്പം ഞാൻ ഫൈനലിൻ്റെ എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടിലുപരി നിത്യജീവന് വേണ്ടിയിട്ടും ആത്മാവിൻ്റെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ടും ഒത്തിരി പ്രാർത്ഥിക്കാനും പിന്നെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നിയോഗം വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ 2 നിയോഗം പരിശുദ്ധാത്മാവിന് കൂടുതൽ വളരുവാനും അതേപോലെ തന്നെ ഒരു മരിയൻ മിഷണറി ആയിട്ട് മാറുവാനുമായിട്ടാണ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ വെച്ചിരിക്കുന്നത്. അതേപോലെ ഇത്രയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000